അല്ലേ സംസാരിച്ചോണ്ടിരുന്ന എങ്ങനെയാ? ഇച്ചിരി അനന്ന വെള്ളം എടുത്ത് കഴിച്ചാട്ടെ, അതങ്ങ് തണുത്തു പോകത്തില്ലയോ? ആന്നു തണുത്ത് കഴിഞ്ഞാൽ ചായക്ക് ചായയുടെ പ്രയോജനം ഇല്ലാതെ കണ്ടു പിടിച്ചോണ്ടോട്ടെ. അത് ശരിയാ. ഇതിപ്പോഴും സംസാരിച്ചോണ്ടിരുന്നേ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോ. മുമ്പ് വലിയ വിരുന്നൊക്കെ ഒരുങ്ങിയേക്കുന്നേ, പിന്നെ കഴിക്കാതിരിക്കുന്നേ എങ്ങനെയാ? അല്ലേ കീവറിച്ചായനും മാത്തുക്കുട്ടിച്ചായനും നോയിക്കൊണ്ട് നിൽക്കുവാന്നോ? ആണ്ടേ എടുത്തോണ്ടട്ടെ. അയ്യോ കർത്താവ്, എന്തുവാ ഇത്? വീട്ടിൽ വരുന്നവരെ സൽക്കരിക്കുമ്പോഴാ വീട്ടുകാർക്ക് കഴിച്ചോണ്ടട്ടെ. പത്രോസ് കഴിച്ചോണ്ടാട്ടെ. മാത്തുക്കുട്ടിച്ചായ, ഞാൻ പത്രോസ് അല്ലെന്നേ, പൗലോസാ. പത്രോസ് ആണ്ട ഈ ഇരിക്കുന്ന ആളാ. എന്റെ എല്ലാലെയും മൂത്ത ഇച്ചായിയുടെ ആമ്പറന്നോനായി ഇത്. ഈ ഇരിക്കുന്ന കുഞ്ഞുഞ്ഞുച്ചായന്റെ പെമ്പറനാത്തിയുടെ ഇളയന്റെ ആമ്പള എന്ന് പറയുന്നേ കളിയിലെ കൊച്ചു പാപ്പിച്ചായന്റെ ഒരേ ഒരു കൊച്ചനായിരുന്നു. ആ ആളിന്റെ മാമന്റെ മോനല്ലയോ ഈ ഞാൻ. പറഞ്ഞ മനസ്സിലായി കാണത്തില്ല അല്ലയോ? അപ്പൊ മുറയനുസരിച്ച് സഹോദരങ്ങളാ അല്ലയോ? അതെങ്ങനെ കീവറിച്ചായ മുറയനുസരിച്ച് സഹോദരങ്ങളാവുന്നേ? അളിയനും അളിയനും അല്ലയോ? അത് ശരിയാ. എന്ന് വെച്ചാ കീവറിച്ചായ, ഈ ഇരിക്കുന്ന പത്രോസിന്റെ മാവന്റെ മോടെ ആമ്പ്രന്നോന്റെ ഇളയന്റെ പെമ്പിളയുടെ വല്യപ്പാപ്പനെന്ന് പറഞ്ഞ ഈ പറഞ്ഞ മാവന്റെ മോന്റെ പെമ്പിള എന്റെ വല്യച്ചായാന്ന് ചുരുക്കം. എന്ന് വെച്ചാ മാവന്റെ മോന്റെ ഇളയ പറപ്പും മാവിയുടെ ആമ്പിളയുടെ അപ്പാ. എന്തോ അപ്പാ? പതിയെ പടി പഠിച്ചു. നോക്കി നോക്കി കുഞ്ഞിർക്ക ആ കസര നോക്കി. അല്ലേ കളിയിലെ കൊച്ചുപാപ്പിയുടെ കാര്യം പറയുന്ന കേട്ടു. എന്തവാ? കളിയിലെ പാപ്പിച്ചായന്റെ കാര്യമോ? അത് ശരി, നമുക്കുള്ള വീടല്ലയോ അത്? കളിയിലെ കുടുംബത്തിലെ അല്ലയോ പറഞ്ഞു വന്നാ ഞങ്ങളൊക്കെയും. എന്ന് വെച്ചാ കളിയിലെ പാപ്പിച്ചായൻ ഞങ്ങളുടെ മൂത്ത അപ്പാപ്പനായിരുന്നു. കളിയിലെ പാപ്പിച്ചായന്റെ കൊലയില് 3 ആൺപിറപ്പുകളാ ഞങ്ങളുടെ 3 പേരുടെ അപ്പന്മാര്. കാർത്തികപ്പള്ളി അച്ഛൻ അത് പറഞ്ഞില്ലായിരുന്നു? അച്ഛൻ ഒന്നും പറഞ്ഞില്ല. അല്ലേ പിന്നെന്താ പറഞ്ഞേ? ഞങ്ങള് പറഞ്ഞു വന്ന കളിയിലെ കുടുംബക്കാരാ. ആന്നു പറഞ്ഞു വന്ന. അല്ലേലും കളിയിലെ വളരേലും ഞങ്ങളല്ലാതെ കണ്ട് വേറെ ആരും ഇല്ല. അത് ശരി. പിന്നെ എന്തോ ആലോചനയാ അച്ഛൻ നടത്തിയേ? അത് കൊള്ളാലോ. അതെ, അച്ഛൻ ആലോചിച്ചപ്പോഴ് കുടുംബം പറഞ്ഞല്ല ആലോചിച്ചേ. അച്ഛൻ നോക്കിയ പെണ്ണിന്റെ ചെറുക്കന് ചേർച്ചയാ. അല്ല, കല്യാണക്കാര്യത്തി അതല്ലയോ വലുത്. പിന്നെ കുടുംബം മോശമാവരുത്, അതല്ല ഉള്ളു. അച്ഛൻ പറയുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് കുടുംബത്തിന്റെ വിവരം എന്തോ ഇന്. അതാ അച്ഛനും ഞങ്ങളും തമ്മിലുള്ള ബന്ധം. എന്ന് വെച്ചാലേ കുഞ്ഞുഞ്ഞുച്ചായ, കാർത്തികപ്പള്ളി അച്ഛൻ ഞങ്ങളുടെ സ്വന്തമാ. ഈ വീട്ടിൽ സംബന്ധക്കാരൻ മാത്രമല്ല അങ്ങേര്. എന്ന് വെച്ചാ ഈ നിൽക്കുന്ന മാത്തൂട്ടിയുടെ പെമ്പിള്ളയുടെ മൂത്തിച്ചായെ കെട്ടിയെന്നുള്ള മാത്രമല്ല അച്ഛനും ഞങ്ങളുമായിട്ടുള്ള ബന്ധം. മാത്തൂട്ടി അച്ഛനും മാമിയുടെ മോനൂടാ. എടപ്പോണി കൊച്ചുതറയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അറിയും. ഞങ്ങളുടെ അമ്മച്ചി എന്ന് പറയുന്നതേ കൊച്ചുതറ വലിയ ഉദക്കുഞ്ഞിന്റെ മോളായിരുന്നു. വലിയ ഉദക്കുഞ്ഞിന്റെ മക്കളി എല്ലാലീ മൂത്ത പെണ്ണ് സാറാ കൊച്ചി. സാറാ കൊച്ചിനെ കെട്ടിക്കൊണ്ടുപോയേ ഇസഹാക്കച്ചൻ എന്ന് പറയുന്ന ഒരു പട്ടക്കാരനായിരുന്നു. ഇസഹാക്കച്ചൻ കല്ലും പുള്ളിയിലെ ഇളയ കൊച്ചനായിരുന്നു. ആ ഇസഹാക്കച്ചന്റെ മോന നമ്മളീ പറയുന്ന കാർത്തികപ്പള്ളിയിലെ അച്ഛൻ. കല്ലും പുള്ളി കുടുംബം. പിന്നെ ഞാൻ പറയാതെ തന്നെ കുഞ്ഞുഞ്ഞുച്ചാൻ അറിയാലോ.
നമ്പൂരിമാര് മാർക്കം കൂടിയാ കല്ലും പുള്ളിക്കാര്. അല്ലേ, അതൊക്കെ പഴയ കാര്യമല്ലയോ? നമുക്കിപ്പോ പുത്തൻ കാര്യമല്ലയോ? പുത്തൻ കാര്യവും പുത്തൻ ബന്ധവും. ആ അല്ലേ, ഇച്ചേനെന്തോ പറയുന്നേ? ബന്ധം പറഞ്ഞുകൂടായോ? ആ പഴയ ബന്ധം തന്നെ. ആ ആന്ന് കുഞ്ഞേർക്ക് ഇച്ചൻ പറയുന്നതിലും ചിന്തിച്ചു നോക്കിയ കാര്യമില്ലയോ? പാമ്പും പഴകിയാ നല്ലതെന്നാ പറച്ചില്. അല്ലിച്ചായ, ബന്ധം പറഞ്ഞപ്പോഴേ കുഞ്ഞീർക്കച്ചായൻ കാര്യം പറഞ്ഞെന്നല്ല ഉള്ളു. തമ്മി അറിയണേ കുടുംബം പറഞ്ഞല്ല പറ്റത്തുള്ളൂ. ആന്ന് നേരാ, മാത്തൂട്ടി ചായൻ പറയുന്നത് നേരാ. തമ്മി പറഞ്ഞെങ്കിലല്ല തമ്മി അറിയത്തുള്ളൂ. കളിയിലെ പാപ്പിയുടെ മക്കൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ ഇപ്പോ? ഓ ആരുമില്ലെന്നേ. എല്ലാലേ മൂത്ത പാപ്പച്ചൻ വല്യപ്പനായിരുന്നു. അങ്ങേര് നായന്മാരുടെ കൈക്ക് തീർന്നേ പിന്നെ ഇളയാള് പുണ്ണേലിത്തറയെ കെട്ടിക്കേറിയ ഈശോച്ചനായിരുന്നു കരയെ ഭരണം. പക്ഷേ നൽപ്പില്ലാത്ത ജീവിതമല്ലായിരുന്നോ? തമ്പിരാനറിയാം എന്താവായിരുന്നു കർമ്മോന്ന്. ഹോ, എന്റെ പൊന്ന് തമ്പിരാനെ, ചാവാൻ കിടക്കുമ്പോഴ് കണ്ട സഹിക്കത്തില്ലായിരുന്നു. മേല് മൊത്തവും കൂടെ പൊട്ടി അളിഞ്ഞല്ലേ ചത്തേ. കാർത്തികപ്പള്ളിക്കും തെക്ക് കുറ്റിക്കാട്ടുമുക്കിനും മുമ്പ് ഒരു ചന്തയുണ്ടായിരുന്നു. മുളകും വയനപ്പൂവും വാങ്ങാൻ കൊച്ചിക്കാര് വരുന്ന ചന്തയായിരുന്നു. അവിടെ ഒരു കാലത്ത് കളിയിലെ പാപ്പി വലിയ പ്രമാണിയായിരുന്നു. തണ്ടുമൂപ്പിന് കായ് വിരിക്കുന്ന ഏർപ്പാട് വരെ ഉണ്ടായിരുന്നാ കേട്ടിരിക്കുന്നത്. ഒടുക്കം ഈശോച്ചന്റെ പ്രമാണിത്വം അപ്പന്റെ കൈക്ക് വീണാ തീർന്ന. എനിക്കന്ന് തികച്ചു പറഞ്ഞ ഒരു 10ഓ 14ഓ വരും. അപ്പച്ചന്റെ കൂടെ നടത്തയാ. കാലേ എഴിച്ച് നിൽക്കാൻ വയ്യാത്ത 1-2 നായന്മാരെ ഒതുക്കിച്ചുള്ള തിണ്ണമൂപ്പായിരുന്നു. 2 കൂല് സാമാനം തൂക്കി വിറ്റ ഈശോച്ചന്റെ അരക്കോലല്ല കാക്കോലായാലും നാടായ നാടുമൊത്തവും പഠിക്കാൻ ഇറങ്ങിയേച്ചും സാമാനം വാങ്ങി വിൽക്കാൻ വന്നാ വിശരിയും കൊണ്ടുവന്ന് കായ് വയ്ക്കുന്നു കൊടുക്കാൻ പറ്റൂ? ആ കിട്ടിയേ പറ്റത്തുള്ളെന്ന് കട്ടായം പറഞ്ഞപ്പോ അപ്പനൊന്നങ്ങ് കൊടുത്ത അരക്കോലും മുക്കാക്കോലും ഒന്നും അല്ല, ഒരു 4-4.5 കോലിലുള്ള പേടപ്പായിരുന്നു. അതൊരു കാലം. തൊട്ടേനും പിടിച്ചേനും കൈക്കൊള്ള ഉത്തരവായിരുന്നു അന്ന്. വേറെ ന്യായമൊന്നുമില്ല. കൈമൂപ്പ് മാത്രമല്ല, എല്ലും മുറിയുന്നവരെ പണിയും ചെയ്യുമായിരുന്നു അന്ന്. കണ്ടെത്തി ഇറങ്ങിയ അന്നേ 6 നാഴിക തികയാതെ കേറത്തില്ല. അല്ല, അതിന്റെ കാണാനും ഉണ്ട്. നേരാ പറയുന്നേ. കൊണ്ടും കൊടുത്തും നട്ടല് ചായും വരെ പണി ചെയ്തുവാ അന്നത്തെ കാലം പോയേ. ചെറുവിരലിനുള്ള ഉത്തരം തള്ളവിരലായിരുന്നു. എന്താവാന്ന് ചോദിച്ചാ ഏതാന്ന് പറയും. അതുകൊണ്ടെന്താവാ, പഞ്ഞക്കാലത്ത് പോലും 10,000 എന്തെങ്കിലും കാണുമായിരുന്നു. കുഞ്ഞേനാച്ചൻ പറയുന്ന കാര്യവാ. കരയെ മൊത്തവും നായന്മാരോട് മല്ല് പിടിച്ച അന്ന് ജീവിക്കുന്നതിനും വേണ്ടി ഇച്ചിരി ഭൂമി സമ്പാദിച്ചേ. പിന്നെ മണ്ണും കൃഷിയും പെരുകിയത് വേർപ്പ് വിതച്ചേച്ചാ. ഊറ്റം പറയുമ്പോഴ് അതാരും ഓർക്കുകയല്ല. ഓർക്കുകയല്ല. പക്ഷേ കുടുംബ പേരും മഹിമയും വേണം. അത്രയേ ഉള്ളു. എന്നാ പിന്നെ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ചെറുക്കന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട നിലയ്ക്ക് കല്യാണം നടത്താൻ ഞങ്ങൾക്ക് ആർക്കും എതിർപ്പൊന്നുമില്ല. മനസ്സിൽ പിടിക്കുന്ന ആന്നല്ലോ വലിയ കാര്യം. വേറൊക്കെ ഒത്താലും മനസ്സിന് പിടിച്ചില്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മാത്തുക്കുട്ടി പറഞ്ഞ കാര്യമുണ്ട്. രാജൻ മോഹന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട നിലയ്ക്ക് ഇനി കാര്യം ആലോചിച്ച് കല്യാണം നടത്തുക നല്ലത്. ഞങ്ങള് ഉപ്പാപ്പന്മാർക്കും അപ്പനും ഒന്നും അതിൽ രണ്ടഭിപ്രായമില്ല, അല്ലയോ അപ്പാ? പട്ടാളത്തിലെ പണിയായത് കാരണം അവധി അത്രയ്ക്കേ ഉള്ളെന്ന് കൂട്ടിക്കോ.
പെണ്ണിന്റെ വീട്ടിലെ സ്ഥിതി പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നേ. എന്നാലും പറയേണ്ട കടമയുള്ളതുകൊണ്ട് പറയുവാ. ചെല്ലക്കാട്ട് പടിയിറ്റ മാത്തൻ എന്ന് വെച്ചാ ശാന്തകുഞ്ഞിന്റെ അപ്പൻ. അവളെ 3 മാസം വയറ്റിയുള്ളപ്പോഴാ ബോട്ട് മുങ്ങി ചത്തുപോയെ. അന്നു മുതല് ആ തള്ള പൊട്ടും പൊടിയും അരിച്ച ആ പെണ്ണിനെ വളർത്തിയെ. മാത്തച്ഛൻ ഉണ്ടാക്കിയ ഒന്നും അവരന്യാധീനപ്പെടുത്തിയിട്ടുമില്ല. നല്ല ചെല്ലു വിളിക്കുക അവർ കൊച്ചിനെ വളർത്തിയെ. ഇനി എന്തവാ ഏതാന്ന് ഉപ്പാപ്പന്മാര് തന്നെ അങ്ങ് പറഞ്ഞോണ്ടാട്ടെ. അല്ലയോ? അതല്ലയോ അതിന്റെ ശരി? ആന്ന് അതാണ് ശരി. മാത്തച്ഛൻ ഇല്ലാത്തതിനെ കൊണ്ടുള്ള വിഷമമുണ്ട്. എന്നാലും പറയവാ, പെണ്ണിന്റെ ഉപ്പാപ്പന്മാരെന്നുള്ള നിലയില് ആണ്ടേ ഞങ്ങൾ രണ്ടുപേരും പറയുന്നത് ആ കാര്യം. കുഞ്ഞേനാച്ചനും മാത്തൂട്ടി അറിയാനെ കൊണ്ട് പറഞ്ഞല്ലാ പറ്റത്തുള്ളു. മാത്തച്ഛൻ ഉണ്ടാക്കിയ എല്ലാം അവക്കൊള്ളയാ. എന്ന് വെച്ചാ വേറെ ആർക്കും കരുതാനും എഴുതാനും ഒന്നുമില്ലെന്നാ. കീവറീച്ചാന് പിടികിട്ടില്ലയോ ഞാൻ പറയുന്നേ? അല്ലേ കുഞ്ഞുഞ്ഞു ചായോ? ഉള്ള പറയുന്ന ശീലമായി എനിക്ക്. അതുകൊണ്ട് മുഷിച്ചിട്ട് തോന്നിയേക്കല്. അവിടെ ഉള്ള എല്ലാം അവക്കാന്ന് പറഞ്ഞാ ഞങ്ങൾ എന്തുവാ മനസ്സിലാക്കണ്ടേ? അല്ലേ അതൊരു ഒഴുക്കം പറച്ചിലായി പോയില്ലയോ? കുഞ്ഞീർക്കച്ചാൻ തർക്കിച്ചേ അല്ല. അല്ല, അങ്ങനെ കരുതിയേക്കരുത്. പറയുന്ന വ്യക്തമായ പിന്നെ അതിനകത്ത് മറുവാക്കില്ലല്ലോ. എല്ലാം കഴിഞ്ഞും വെച്ച് അത് അങ്ങനെയായിരുന്നു ഇത് ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്ന ആ കുറച്ചില് അല്ലയോ? അയ്യോ, കുഞ്ഞൂഞ്ഞച്ചാനെയും കൊച്ചൂഞ്ഞച്ചാനെയും നേരെ അറിയാൻ വയ്യാത്തോണ്ടാ മാത്തുക്കുട്ടിച്ചായൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നേരെ വാ നേരെ പോ, അത്രേ ഉള്ളു. അങ്ങോട്ട് പറഞ്ഞു കൊടുച്ചായ. ഏക്കും വാക്കും തെറ്റിന്ന് പറയുന്ന കളിയിലെ കുടുംബത്തിന് കുറച്ചില്ല. കുഞ്ഞേനാച്ചന് ഒന്നും തോന്നരുത്. ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. എന്തവാ പറഞ്ഞോണ്ടാട്ടെ. അല്ലേ കുഞ്ഞുഞ്ഞിച്ചായൻ ഇങ്ങോട്ട് പറഞ്ഞോണ്ടാട്ടെ. മനുഷ്യരെ മനസ്സിലാക്കാത്ത ആളാണോ അപ്പൻ? അപ്പന് കാര്യം പറയാഞ്ഞാലാ കെറുവ്. ഞാൻ പറയാം. കുഞ്ഞേനാച്ചന് അറിയാവുന്ന കാര്യവാ. കാർത്തികപ്പള്ളി അച്ഛൻ പറഞ്ഞേച്ച് നിങ്ങളായിക്കൊണ്ടാ ഈ ആലോചനയും കൊണ്ട് അങ്ങോട്ട് വന്നേ. കാർത്തികപ്പള്ളി അച്ഛനാന്നേ നിങ്ങൾക്ക് എല്ലാ നിലയിലും വേണ്ടയാളാ. നിങ്ങൾ തന്നെയല്ലയോ അത് പറഞ്ഞേ? ആണ്ടേ ഈ നിൽക്കുന്ന കീവറീച്ചൻ പിന്നെ അവിടെ അന്വേഷിച്ച് വരികയും ചെയ്തു. അത് കഴിഞ്ഞേച്ചുവാ ചെറുക്കൻ പെണ്ണിനെ കണ്ടേ. ആന്നേ അപ്പോ വീടും സ്ഥിതി അറിഞ്ഞേച്ചുവാ നിങ്ങൾ ചെറുക്കനെ പറഞ്ഞേച്ചേ. ഞങ്ങളായിക്കൊണ്ട് ഇക്കാര്യത്തിന് പനച്ചുപൂട്ടി കാലെടുത്ത് കുത്തിട്ടില്ല. ഇതാണോ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ പറഞ്ഞതിനും മറിച്ച് ഇവിടെ ആരേലും പറഞ്ഞോടൂ. അല്ലേ കുഞ്ഞുഞ്ഞിച്ചായനും കൊച്ചുട്ടിച്ചായനും ഏതാണ്ട് ധാരണയുടെ പുറത്ത് സംസാരിക്കുവാന്നോ? എന്താ കീവറീച്ച അങ്ങനെ പറഞ്ഞേ? അല്ലേ അത് പറഞ്ഞ ശരിയാകത്തില്ലല്ലോ. അല്ലേ സംസാരിച്ച് മുഷിയാനെ കൊണ്ടാണോ നമ്മൾ വന്നേ? നമ്മൾ നാളെയും കാണേണ്ടവരില്ലയോ? തന്നെയല്ല ഇണങ്ങരാറ്റി കഴിയേണ്ടവരുവാ. അതിനിടയിൽ കയറി ഇമാതിരി സംസാരം വേണോ? പത്രോസേ, അയിനിപ്പോ ഇവിടെ എന്താവാ സംസാരിച്ചേ? ചെറുക്കന് കെട്ടിന് കൊടുക്കുന്നത് എന്താവാന്ന് ചോദിച്ചേ ചെറുക്കന്റെ അപ്പനായ ഞാൻ തന്നെയല്ലയോ? ചോദിക്കാൻ പറ്റൂ? പത്രോസിന് പറ. അത് ശരിയല്ലയോ കുഞ്ഞുച്ചായ? അല്ലേ ഇതിപ്പോ കിണറിന്റെ പടി നിന്നപ്പോ കുഴഞ്ഞു വീണെന്ന് പറയുന്ന പോലെ ആയല്ലോ. ആരും തള്ളിയില്ല ചാടിയില്ല. തന്നെ വീട് വെച്ച് കുറ്റം പറഞ്ഞു നോക്കുവോ? അതാ പറഞ്ഞ് ഇണങ്ങരും ശേഖരവും ഒക്കെ ശരിയാ. പക്ഷേ ഇണങ്ങര് തമ്മിൽ കാര്യം പറയണ്ടെന്ന് വല്ലയിടത്തും പറഞ്ഞിട്ടുണ്ടാ? അത് നേരാ. കുഞ്ഞിറക്കൻ ഇച്ചാൻ പറഞ്ഞത് നേരാ. കുഞ്ഞുഞ്ഞായ അവരെന്തുവാ പറഞ്ഞേ? പെണ്ണിന് കൊടുക്കുന്നേ കൊണ്ട് കണ്ടേക്കുന്ന എന്തുവാന്ന് പറയണോന്ന്. അപ്പൊ നമ്മളെന്തോ ഇതിനാ കണ്ണത്തെയും പറഞ്ഞ് കാര്യം പറയുന്നേ? ആറ്റിക്കളഞ്ഞാലും അളന്നേ കളയാവുള്ളെന്നാ. മാത്തൂട്ടിച്ചായോ, ഈ കൊച്ചുഞ്ഞുച്ചായനും കുഞ്ഞുഞ്ഞുച്ചായനും മൂക്കേലാ കയറിവ്. പക്ഷെ മനസ്സിൽ ഒന്നുമില്ല കേട്ടോ. നല്ല തങ്കപ്പെട്ട സ്വഭാവ. അടുത്താ അറിയും. കുഞ്ഞുണ്ണിച്ചായ ഇപ്പോ ഞങ്ങളും നിങ്ങളും ഒന്നുമില്ല, നമ്മളേ ഉള്ളു. അതാ കാര്യം. ഇവിടെ എപ്പോഴും നമ്മളെ ഉള്ളു. ഇവിടെ പറയുന്നത് നമ്മളെ അറിയത്തുള്ളൂ. പക്ഷേ കാര്യം പറയാതെ പറ്റുമോ? മാത്തുക്കുട്ടിക്ക് ഇപ്പോഴും വേണ്ട എന്തുവാ? കണക്കറിയണം അല്ലയോ? എന്നാ കേട്ടോ,
ഇപ്പോഴ് വീട് നിൽക്കണ പെരേടത്തിന്റെ മുക്കാല് 40 സെന്റ് വരും. അതും വീടും കിട്ടും. മിച്ചത്തിയുള്ള കാല് ആ പെമ്പർനൂത്തിയുടെ കാലശേഷം ഒണ്ടേ പെണ്ണിന് തന്നെ കൊടുക്കും. അവർക്കും ജീവിക്കണ്ടേ. പിന്നെ കല്യാണ ചെലവിനുള്ള എന്താന്ന് വെച്ചാ അത് ഞങ്ങൾ ഉപ്പാപ്പന്മാരായിട്ട് അങ്ങ് ചെയ്യും. ആണ്ടെ ഇപ്പം കാര്യം നല്ല ഭംഗിയായില്ലയോ? അതാ പറഞ്ഞ ഉള്ള കാര്യം നേരെ പറയണോന്ന്. ഇതാ ഇപ്പൊ കഴിയുന്ന കാര്യം. ഒക്കാത്ത കാര്യം പറഞ്ഞോണ്ടിരിക്കാനല്ല പറ്റത്തുള്ളൂ. അല്ല, മാത്തുക്കുട്ടി ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്തുവാ പറയണ്ടേ? നാട്ടിൽ കേൾക്കാത്ത കാര്യമില്ലയോ നിങ്ങൾ പറയുന്നേ? എന്ന് വെച്ചാ മാത്തുട്ടി ഉദ്ദേശിച്ച എന്തുവാ? ചെറുക്കൻ എന്റെ മോനായെ കൊണ്ട് പറയുവല്ല, ഇന്നേക്കും പേരുദോഷം വരുത്തിയിട്ടില്ലാത്ത പയ്യനാ. വീടിനും കുടിക്കും വേണ്ടി വേർത്ത് പണി ചെയ്യുന്ന. പിന്നെ 4 ആളുടെ മുമ്പിൽ ഓശാനിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും അവനില്ല. നട്ടല് നിവർത്തി നിൽക്കാനെ കൊണ്ട് നല്ലൊരു വേലയും ഉണ്ട്. സർക്കാരിന്റെ കാശ് വേലന്ന് പിരിഞ്ഞാലും വീട്ടിൽ കിട്ടും. ഇമ്മാതിരി ഒരു ആലോചനയാണോ നിങ്ങൾ നോക്കിയേ? അല്ല, തന്നെത്താൻ ആലോചിച്ച് നോക്ക്. ഞാൻ പറയുന്ന കാര്യമാക്കണ്ട. ഒരുമാതിരി കൊട്ടുകാട് ചന്തയെ പറയുന്ന ന്യായമായി പോയില്ലേ ഇത്? ഇക്കാര്യമല്ലേ ഞങ്ങൾ നേരത്തെ പറഞ്ഞേ? അല്ലേ, അപ്പോഴും നമ്മളും നിങ്ങളും ഇല്ലെന്ന് പറഞ്ഞേച്ച് മേലും കീഴും തിരിച്ചു പറഞ്ഞാൽ എങ്ങനെ? ഇച്ചാൻ കാര്യം പറ. ഞാൻ എന്റെ ചെറുക്കനെ കുറിച്ച് പറഞ്ഞാൽ എന്തേലും അധികം ഉണ്ടോ? ചുമ്മാടന്ന് തിളക്കയില്ല വേണ്ടേ? വാ പൗലോസേ, പത്രോസും വാ, നമുക്ക് ചേർന്നല്ലേ ഇത്. തഞ്ചം കൊടു കുഞ്ഞുച്ചായ. ഒരുമാതിരി ലേലത്തിന് വന്ന പോലെ പെയ്ത്തിറക്കിയാലോ? പിണങ്ങി പോവാനെ കൊണ്ടാണോ നമ്മൾ കൂടിയേ? പെയ്ത്തും കച്ചവടവും നിങ്ങളാ ഇണക്കിയേ. കീവറീച്ചൻ തന്നെ പറ. പുത്തനാറ്റുകരയെന്ന് ഞാൻ ഇവിടെ ഒന്ന് ആലോചിച്ചാന്നോ ഇത്? പിന്നെ എന്താ ന്യായം പറയുന്നേ? മാത്തൂട്ടി നോക്കുമ്പോഴ് മാത്തൂട്ടിയുടെ കൊച്ചിന് വലിപ്പുവാ. ഞങ്ങളുടെ കൊച്ചി ഇച്ചരെ പഞ്ഞക്കാരിയാ, നേരാ. പക്ഷേ ഞങ്ങള് വന്നില്ലല്ലോ ആലോചനയും കൊണ്ട്. ഇച്ചരെ കുറഞ്ഞ ബന്ധം മതി ഞങ്ങൾക്ക്. ഷെടാ, പെണ്ണിനെ ചെറുക്കന് ഇഷ്ടപ്പെട്ടേച്ച് ഉറപ്പിക്കാൻ വന്നയാ ഞങ്ങള്, അല്ലാതെ ഞങ്ങളുടെ കുറവ് കേൾക്കാനല്ല. അല്ലേലും ഒരു നിലയിലെ ബന്ധമാ നല്ലത്. വലിപ്പത്തിൽ കെട്ടുറച്ച അതിന് നൽപ്പിലിടൂ. വാടാ കൊച്ചൂട്ടി. അതെ, എല്ലാരും കേക്കാനെ കൊണ്ട് പറയുവാ. കുഞ്ഞുഞ്ഞും കൊച്ചുഞ്ഞും പറഞ്ഞത് നേരാന്ന് പറഞ്ഞാ അതാ നേര്. പെണ്ണിനെ ചെറുക്കൻ കണ്ട് ഇഷ്ടപ്പെട്ടയാന്നേ ഈ കല്യാണം നടക്കും. മേലേടത്ത് കുഞ്ഞിനെയാ പറയുന്നേ. മേലേടത്ത് തിണ്ണയ്ക്കൂന്ന് എന്റെ കാലം കഴിയുന്നവരെയും ആരും കെറിവിച്ച് ചിറങ്ങി പോകരുത്. മാത്തൂട്ടിയെ, നീ വാ. വരാനല്ലോടാ പറഞ്ഞേ. എടാ, കർത്താവിന് നിരക്കാത്തത് പറയരുത്. പറയലും പത്തായത്തിലും കൂട്ടിവെച്ചിട്ടൊന്നും നല്ലടാ മനുഷ്യര് കഴിയുന്നേ. പൂഴ്ത്തിവെച്ചാലും കെട്ടിവെച്ചാലും എല്ലാം അവിടുന്ന് വിചാരിച്ച ഒറ്റ നൊടിക്ക് തീരും. എടാ, മനുഷ്യനുള്ള വില തമ്മി കൈകോർക്കുമ്പോ ഉള്ളതാ, അല്ലാതെ കായിന്റെ അല്ല. അല്ലപ്പ, ഞാൻ പറയേണ്ടി എന്റെ കടമയല്ലയോ? മനുഷ്യന് ദൈവത്തോടാ ഏറ്റവും വലിയ കടമ. നീയേ അവരെ തിരിച്ചു വിളിക്കാമെന്ന് വിളിച്ചേച്ചും കേട്ടോറ ചേട്ടേ. വിളിക്കാൻ വന്നേ, എല്ലാരും വന്നേ. കുഞ്ഞനച്ചാ, കുഞ്ഞുഞ്ഞെ
നമ്മൾ എന്തോ ഉറയ്ക്കുന്നെന്നാ. ഉറയ്ക്കുന്നതെല്ലാം കർത്താവിന്റെ നിശ്ചയമല്ലയോ?